പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. രാത്രികാലങ്ങളിൽ കുഞ്ഞെ നിനക്ക് പാടേണ്ടി വന്ന ചില ദുഃഖകരമായ പാട്ടിനെക്കുറിച്ച് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? കഷ്ടപ്പാടിൻ്റെ ചില സീസണിൽ കൂടെ നടന്നു പോയത് ദൈവത്തിലെ നിനക്ക് ഓർമ്മയുണ്ടോ? ഭയത്തിൻ്റെ നാളുകൾ, വറിയുടെ നാളുകൾ, ബുദ്ധിമുട്ടുകളുടെ നാളുകൾ, പരീക്ഷകളുടെ കാലഘട്ടങ്ങൾ, ഡിപ്രഷൻ്റെ സീസൺസ്, ഇതിൽ കൂടിയൊക്കെ ഒരു ദൈവപൈതലിനെ കടന്നു പോകേണ്ടി വരും. സ്തോത്രം. അല്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 30:5. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ളൊരു രാത്രി ദൈവം ഇതിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? പക്ഷെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിലും താങ്ങിയ ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലേ? ഏതുവിധ നിരാശ വന്നാലും ഹോപ്പ്ലെസ്നെസ് വന്നാലും ഞാൻ പറയട്ടെ, ദൈവം അത് നിനക്ക് സോൾവ് ചെയ്ത് തന്നിട്ടില്ലേ? അല്ലെങ്കിൽ അത് നീങ്ങിപ്പോവാൻ അനുവദിച്ചിട്ടില്ലേ? ഒരു നല്ല വഴി, പുതുവഴി ദൈവത്തിലെ നിനക്ക് തുറന്നു തന്നിട്ടില്ലേ? വേദനയോടെ, കഷ്ടപ്പാടോടെ നീ കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്തപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ പൂർണ്ണ സമാധാനം തന്ന് നിൻ്റെ ഹൃദയത്തെയും നിലവുകളെയും സ്വർഗീയനായ ദൈവം പരിപാലിച്ചില്ലേ? അങ്ങനെയൊക്കെ വന്നപ്പോൾ നിൻ്റെ കാഴ്ചപ്പാടിനൊരു വ്യത്യാസം വന്നില്ലേ? സാഹചര്യങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്തില്ല എന്നിരിക്കും, പക്ഷേ നിൻ്റെ വറിയൊന്നും അത്ര വലുതായിട്ട് നിനക്ക് അനുഭവിക്കേണ്ടതായിട്ട് തോന്നാറില്ല. നിൻ്റെ ആങ്സൈറ്റി ഒന്നും ഔട്ട് ഓഫ് കൺട്രോൾ ആകാറില്ല. നിന്നെ ഇറുകെ പിടിച്ചിരുന്ന ഭയം അലിഞ്ഞു പോയതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എത്രയോ നിരാശപ്പെട്ട് കുനിഞ്ഞിരുന്നോ അവിടെ നിന്ന് നിൻ്റെ തല ഉയർത്തുവാൻ്റെ ഗുണം നിന്നെ സഹായിച്ച ഒരു വലിയ ദൈവമില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ജീവിതമെന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്നത് പെർഫെക്റ്റായിട്ടല്ല, വളരെ ഫിക്സ്ഡായിട്ടുമല്ല. പക്ഷെങ്കിൽ കർത്താവിനെ അത് ഏൽപ്പിച്ചാൽ ജീവിതത്തിലെ സ്വസ്ഥതയോടെ ദിവസങ്ങൾ തള്ളിവിടുവാൻ കഴിയും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 30. ആ 30-ാം സങ്കീർത്തനത്തിൽ ദൈവം തൻ്റെ ജനത്തെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞ് ആ സങ്കീർത്തനത്തിൻ്റെ കോർ തീം തന്നെ നന്ദി പറയുക ദൈവത്തോട്. ചില സമയങ്ങളിൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടവരായി ദാവീദ് തീർന്നിട്ടുണ്ട്. പലപ്പോഴും നിരാശയുടെ കുഴിയിൽ താനായിപ്പോയല്ലോ എന്നോർത്ത് താൻ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ട്. ദ സിറ്റുവേഷൻ സീം ബ്ലേക്ക്. പക്ഷെങ്കിൽ ദാവീദ് സാക്ഷ്യം പറയുക, ആ കുഴിയിൽ നിന്ന് ദൈവം അവനെ വലിച്ച് കരകയറ്റി. അവനെ കയറിപ്പിടിക്കാമായിരുന്ന മരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. അവൻ്റെ ജീവിതത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിയെന്ന് എവിടെയും സാക്ഷ്യം പറയുന്നതിൽ ദാവീദിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നിരാശയിലും ദുഃഖത്തിലും താൻ വീണു പോയിരുന്നത് താൻ കരകയറിയില്ലായിരുന്നെങ്കിൽ താൻ പണ്ടേ നശിച്ചു പോയനെ എന്ന് ദാവീദിനറിയാം. പക്ഷേ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ എല്ലാ ട്രയൽസും വളരെ ടെമ്പററി ആയിരുന്നു. ജീവിതത്തിലെ ട്രയൽസിൻ്റെ വെയിറ്റ് ദാവീദിനറിയാം. എന്നാൽ അതുപോലെ തന്നെ താൻ ഓരോന്നിൽ കൂടിയും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്, അവൻ്റെ വിശ്വസ്തത അതിനെത്രമാത്രം ഘനമുണ്ടെന്നുള്ളത് അതും ദാവീദിന് നല്ലവണ്ണം അറിയാം. ദൈവം ശക്തിയുള്ളവനായി വിശ്വസ്തനായി നിന്ന് തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവനെ കരയേറ്റുവാൻ്റെ ഗുണം ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദാവീദിനെ പോലെ ദൈവം നമ്മളെ നടത്തിയ ഇരുണ്ട രാത്രികളിലും കണ്ണുനീരിൻ്റെ സീസണിലും
നമ്മളെ പുറത്തു കൊണ്ടുവന്നതിനായിട്ടും ആ സമയങ്ങളിൽ എങ്ങനെ അവൻ നമ്മെ സൂക്ഷിച്ചു എന്നോർത്തുകൊണ്ടും അവന് നന്ദി കരയേറ്റുവാൻ മനസ്സുണ്ടോ? രാത്രികാലത്തിന് വേണ്ടി നമുക്ക് അവനോട് നന്ദി പറയാം. ബിക്കോസ് ഗോഡ് ഈസ് അവർ ഗോഡ്. ഹീ ഈസ് മോർ റിയൽ ആൻഡ് ട്രൂ than the fear, anxieties and discouragements we face. Praise God. ഈ ലോകത്തിലെ ഒന്നും നമ്മെ ഓവർ പവർ ചെയ്യില്ല. അത് ചെയ്യത്തില്ല. കാരണം ദൈവം അത് അനുവദിക്കത്തില്ല നമ്മുടെ മേൽ വാഴുവാൻ. യെസ്, സംഗതികളൊക്കെ വളരെ ഹാർഡായിട്ട് ദൈവത്തിൽ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ നന്മയെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കഴിയണം. ദൈവം തന്നെ താൻ ആരാണെന്ന് നമുക്ക് തെളിയിച്ച് തരട്ടെ. നമ്മൾ ദുഃഖത്തിൻ്റെയും സ്ട്രഗിളിൻ്റെയും ഒക്കെ ഒരു സീസണിലാകപ്പെട്ടു പോയാൽ ഒരിക്കലും നമ്മുടെ പ്രത്യാശ നാം കൈവിടരുത്. ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവന് വ്യത്യാസം വരത്തില്ല. യേശു മാറാത്തവനാണ്. അതുകൊണ്ട് കുഞ്ഞെ, നീ അവനായി വെയിറ്റ് ചെയ്യുക, അവനെ ട്രസ്റ്റ് ചെയ്യുക, അവന് പ്രത്യാശ വെക്ക്. അവൻ ആരാണെന്ന് മനസ്സിലാക്കി അവന് നന്ദി കരേറ്റ്. അവൻ ഇന്നുവരെയും ചെയ്തു തന്ന എല്ലാ കാര്യത്തിനും ഇനി അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്ന അൺസീനായിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്ന് നന്ദി പറയാമോ? ഒരിക്കലും നിൻ്റെ ശത്രു നിന്നെ ജയിക്കത്തില്ല. നിൻ്റെ നേരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. കാരണം ജയിച്ചവൻ നിന്നോടുകൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഒരു രാത്രി ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പ്രഭാതം അതിൻ്റെ പിറകാലെ പൊട്ടിവിടരും, അല്ലേ? ഒരു സീസണും ഒരു ദിവസവും എന്നേക്കുമായിട്ട് അതുപോലെ നിൽക്കത്തില്ല. രാത്രിയിലെ ഭയം, വിൻ്ററിലെ കോൾഡ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിയാലും അതൊന്നും നീണ്ടു പോകത്തില്ല. പക്ഷേ ഒരു സീസണിലേക്ക് ചിലപ്പോൾ നമുക്കതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. സൂര്യൻ വീണ്ടും പ്രകാശിക്കും കുഞ്ഞെ. വളരെ നന്ദിയോടും ആശ്രയബോധത്തോടും കൂടെ ദൈവപാതവിടെങ്കിൽ ഇരിക്കുക. ആ പാതവിടത്തെങ്കിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ട് അവനിൽ അർപ്പിക്കുവാണെങ്കിൽ, പ്രൈസ് ഗോഡ്, നമുക്കറിയാം ശക്തനായ ദൈവം നമ്മെ പരിപാലിച്ച് ജയത്തോടെ നടത്തുമെന്ന്. ഒരിക്കലും തളർന്നു പോകാൻ അവൻ നമ്മെ സമ്മതിക്കത്തില്ല. കാരണം അവൻ്റെ വിശ്വസ്തത വലിയതാണ്, വളരെ വലിയതാണ്. ആ വലിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചെങ്കിൽ നമുക്ക് ഇന്നും ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാം. പക്ഷെ നാം നന്ദിയുള്ളവരായിരിക്കണം. ബൈബിൾ മുഴുവൻ നോക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, നിങ്ങൾ നന്ദി കരയറ്റുവിൻ എന്നൊക്കെ പറയുന്ന കാണാം. എന്തുകൊണ്ടാണ്? കാരണം നന്ദി കരയറ്റേണ്ട ഒത്തിരി സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആക്സിഡൻ്റലി നമ്മൾ നന്ദി കരയറ്റണമെന്നല്ല, പക്ഷെങ്കിൽ നന്ദിയുള്ള ഒരു ഹൃദയം മെയിൻറ്റെയിൻ ചെയ്ത് ആ നന്ദി പുറത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഹാബിറ്റ് നാം ഒക്കെ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. നമുക്കൊക്കെ ഒരു ബെറ്റർ വേർഷനായി മാറണ്ടേ? അതോ ഇതുപോലെ അങ്ങ് പോയാൽ മതിയോ? ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും നമ്മളെ സഹായിപ്പാനും മുന്നോട്ട് കൊണ്ടുപോകാനും മതിയായതാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിപ്പാനും അനേകരെ ആ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനും നമുക്ക് കഴിയണം. കാലങ്ങൾ മാറിപ്പോട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെയും കാലഘട്ടങ്ങൾ മാറിപ്പോകുമ്പോൾ ദൈവത്തിലെ ഓർത്തു കൊള്ളണം. നമ്മുടെ യാതൊരു പ്രാർത്ഥന കൊണ്ടോ നന്മ കൊണ്ടോ മേന്മ കൊണ്ടോ അല്ല, പിതാവാകുന്ന ദൈവം പുത്രനിൽ കൂടി നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുക. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ ചെറിയ അല്പായുസിൽ
ഞങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഓവർകം ചെയ്യുവാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.